നമസ്കാരം ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒറ്റ നല്ല വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഈ കാണുന്ന വില്ല പ്രോപ്പർട്ടീസിൽ നമുക്ക് ഏകദേശം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമുക്കിത്. ഈ കാണുന്ന വില്ലാസിൽ നമുക്ക് ഏകദേശം 2-3 വില്ലാസൊക്കെ ഈ ഒരു വരിയിലുള്ള 2-3 വില്ലാസൊക്കെ നമുക്ക് പണി ചെയ്ത് തീർന്ന് ആൾ താമസമുള്ള ഒരു വില്ലാസാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വില്ലാസാണ് നമുക്കിപ്പം കംപ്ലീറ്റ് ആയിട്ട് പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീർന്ന് റെഡി ടു മൂവ് ആണ് ആയിട്ട് കിടക്കുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു വീടാണ്. വട്ടിയൂർക്കാവ് കാവിൻപുറത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററിനകത്ത് മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു മനോഹരമായൊരു വീട്. നമുക്ക് സിറ്റിക്കകത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20-25 മിനിറ്റിൻ്റെ ഒരു ഡ്രൈവ് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് വരുന്നുള്ളൂ. അടിപൊളിയായിട്ടുള്ള നല്ല വിശാലമേറെ വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. വലിയ തിരക്കും ഇല്ലാത്ത ഒരു ഏരിയയും കൂടെ ആയതുകൊണ്ട് നമുക്ക് 25 മിനിറ്റിനകത്ത് സിറ്റിക്കകത്ത് തന്നെ എത്താൻ പറ്റുന്ന ഒരു ഏരിയയിൽ നിന്നാണ് നമുക്കൊരു വീട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്രയും വീതിയും കാര്യങ്ങളുള്ള റോഡും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടാറ് ഇട്ട് തരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. ഇത്രയും നല്ല വീതിയുള്ള വിശാലമേറിയ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് സുഖമായിട്ട് വലിയ വണ്ടികളൊക്കെ വീടിനകത്ത് കോമ്പൗണ്ടിനകത്ത് സുഖമായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു എൻട്രൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 4.5 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഈ ഒറ്റ നല്ല വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് കോമ്പൗണ്ട് ഫ്രണ്ട് ഇത്രയും സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട്. എലിവേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലുള്ള എലിവേഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല മനോഹരമാക്കുന്ന സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു എലിവേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ടിൽ അത്യാവശ്യം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റൗട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്ക് വോളും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വോള് നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6x10 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ട് നമുക്കിവിടെ ചെയ്തേക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ വാതിലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു സിമ്പിൾ ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് അടിപൊളിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ അകത്തോട്ട് കിടക്കുമ്പോഴത്തേക്ക് നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല പാർട്ടീഷനും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് നമുക്ക് ലിവിങ് ഏരിയയും പ്ലസ് ഡൈനിങ് ഏരിയയും നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിലാണ് നമുക്ക് ഒരു TV യൂണിറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള TV യൂണിറ്റാണ്. നമുക്ക് റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു TV യൂണിറ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നല്ല വിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ലിവിങ് ഏരിയയിൽ തന്നെ വരുന്നുണ്ട്. 12x18 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ സ്പേസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നമുക്കൊന്ന് വീടിൻ്റെ ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ആക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ പാർട്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫാൻസി ലൈറ്റ്സൊക്കെ യൂസ് ചെയ്ത് ഡിസൈൻ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ഈ ഒരു പാർട്ടീഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 12x12 ഡയമെൻഷനാണ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ. ഫ്ലോറിംഗ് എല്ലാം ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ 8 സീറ്റ് ചെയറും ടേബിളും ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഡൈനിങ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരാണ്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് ആണ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. ഒരു ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനാണ് നമുക്ക് ഇവിടെ വാഷ് കൗണ്ടർ
നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. ഒരു സ്മാർട്ട് മിറർ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ കിച്ചൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ തന്നെ എൻട്രൻസിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നല്ല വിശാലമേറിയ ഒരു കിച്ചൺ ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു കിച്ചണാണ്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് സ്പേസ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ളൊരു കിച്ചണാണ് നമ്മുടെ പണിതിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്യാബിനറ്റിൻ്റെ മുകളിൽ വരുന്ന സ്പേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളാണ് അവിടെ വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ബാക്ക് ഏരിയയിൽ നമുക്ക് കുറച്ച് വർക്ക് ഏരിയ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇത് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നനക്കല്ലും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏരിയയും നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു സിങ്കും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഫ്ലോറിങ്ങിൽ നമുക്ക് നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മളെ കിണറിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ബെഡ്റൂമിലോട്ട് പോവാം. വീടിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 4.5 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ പണിത വീടാണ്. അപ്പോൾ 3 ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ബെഡ്റൂം സൈസ് എല്ലാം തന്നെ നല്ല വിശാലമേറിയ നല്ല വലിയ വീതിയുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ തന്നെ ഈ ഒരു ബെഡ്റൂമിനുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. വാൾ റൂഫ്സും കാര്യങ്ങളെല്ലാം അവിടെ പണി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പണിയെല്ലാം ചെയ്ത് തീർത്ത ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. AC പോയിൻറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് നമുക്ക് ഈ ഒരു ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുമുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം സൈസ് നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. AC പോയിൻ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. വാൾ റൂഫ്സ് എല്ലാം നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളതും. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് നമുക്ക് യൂസ് ആക്കിയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി പോകുന്നത് നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ബെഡ്റൂം സൈസ് ഈ ഒരു റൂമിലും കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വാൾ റൂഫ്സ് നമുക്കിവിടെ പണി ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാൻ വിട്ടു 3 ബെഡ്റൂമിലും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇൻക്ലൂഡ് ആയിട്ടേ നമുക്ക് വീട് സെയിൽ ചെയ്യത്തുള്ളൂ. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളതും. മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ്. 4.5 സെൻറ്റിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 3 ബെഡ്റൂം വരുന്ന ഒരു കിടിലം വീടാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 48 ലക്ഷമാണ്. 48 lakhs ആണ് നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് വരുന്നത്. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പം പ്രൈസ് ഡീറ്റെയിൽസ് സംസാരിക്കുവാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.